ഇനിയൊരു യാത്രയുടെ കാലമാണ്. അത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള ഒരു യാത്ര. യൂറോപ്യൻ സിംഹാസനത്തിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നും അറിയാൻ മെയ് 30 വരെ കാത്തിരിക്കേണ്ടി വരും. അന്ന് ഇംഗ്ലീഷ് കരുത്തരായ ആഴ്സണൽ രാജകീയമായി വരുന്ന പാരീസ് സെന്റ് ജെർമെയിൻ നേരിടും. ആഴ്സണൽ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കുന്നത് 2006-ലാണ്. അന്ന് ആഴ്സണൽ വെംഗറുടെ ടീം ബാഴ്സലോണയുടെ മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം ആഴ്സണൽ ആരാധകർ ഒരു സ്വപ്ന ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ അപാർജിത കുതിപ്പ് നടത്തുന്ന ആഴ്സണൽ ഇതുവരെ തോൽവി എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. സെമി ഫൈനലിൽ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 എന്ന അഗ്രഗേറ്റിലാണ് ആഴ്സണൽ മറികടന്നത്. എന്നാൽ മറുഭാഗത്തിരിക്കുന്ന PSG അത്ര ചില്ലറക്കാരൊന്നുമല്ല. അറ്റാക്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു ടീമാണത്. സെമി ഫൈനലിൽ ഒരു യുദ്ധസമാന പോരാട്ടമായിരുന്നു നടന്നിരുന്നത്. ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത ആ രാത്രിയിൽ 6-5 നഗരഗേറ്റിൽ ബയണിനെ വീഴ്ത്തിയായിരുന്നു അവർ ഫൈനൽ ടിക്കറ്റ് എടുക്കുന്നത്. ആഴ്സണലും PSG ഏറ്റുമുട്ടുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. PSG ഗോളടിച്ചു കൂട്ടുമ്പോൾ ഡിഫൻസീവിൽ ഒരു പാറ പോലെയാണ് ആഴ്സണൽ. ലോകത്തിലെ മികച്ച കൂട്ടിക്കെട്ടായ ഗബ്രിയൽ സാലിബയെ മറികടന്ന PSG കിരീടത്തിൽ മുത്തം വീണ്ടുമോ എന്ന് കാത്തിരിക്കേണ്ടി വരും. നിലവിലെ PSG ടീമിനെ വെല്ലാൻ യൂറോപ്പിൽ തന്നെ വേറെ ആരുമില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചരിത്രം ആവർത്തിക്കുമോ അതോ പുതുചരിത്രം പിറക്കുമോ എന്ന് ഹംഗറിയിലെ പുഷ്കസരീന സ്റ്റേഡിയം തീരുമാനിക്കും. ആഴ്സണലിനെ ഇനിയും കാത്തിരിക്കാനാവില്ല. 100 വർഷങ്ങളേറെ പാരമ്പര്യമുള്ള ആഴ്സണലിന് ഏറെ ദൗർബല്യമാണ് ഒരു UCL കിരീടം. ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്, ആഴ്സണൽ കപ്പടിക്കുമോ അതോ കലമുടക്കുമോ?